പിന്നെ ഈ GoPro എടുക്കുന്നവർ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്കൊരു ക്യാമറ എടുത്തിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല കേട്ടോ. ഇത് സെൽഫി സ്റ്റിക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ 3500 രൂപയാണ്. പക്ഷേ സംഭവം വലിയ ക്ലാരിറ്റി ഇല്ല. കാരണം ഈ ലൈറ്റ് ഞാനിപ്പോൾ നിൽക്കുന്ന ലൈറ്റ് തന്നെ എടുത്താൽ പോലും എൻ്റെ ഫേസ് മൊത്തം ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ വന്നിട്ട് മറിഞ്ഞിരിക്കുമായിരുന്നു. അത് ആനയെ മേടിച്ചിട്ട് വട്ടക്കയറില്ലെന്നാണ് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ന്യൂ എഡിസൺ ടെക്കിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ നിങ്ങളുടെ പാപ്പ. ഇന്ന് മുമ്പ് കാണിക്കാൻ പോകുന്നു പറഞ്ഞാൽ സംഭവം കാണിച്ചുതരാം. എന്താണ് ഐറ്റം? ഇതാണ് GoPro Hero 9 ബ്ലാക്ക്. കുറേ നാളുകൊണ്ട് ഒരു ആഗ്രഹമായിരുന്നു ഇതുള്ളൊരു ക്യാമറ പഠിക്കണമെന്ന്. സംഭവം ഇന്ന് രാവിലെ കൈ കിട്ടിയുള്ളൂ. അപ്പോഴേ ഞാൻ പൊട്ടിച്ച് ജസ്റ്റ് അതിനകത്തുള്ള എന്തെല്ലാം ഞാൻ നോക്കി. കാരണം സംഭവം ഇങ്ങനെയുള്ള പ്രോഡക്റ്റ് ഇങ്ങനെയുള്ള സംഭവം നമ്മളെ കൈ കിട്ടുമെന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങൻ്റെ പൂമാലായിട്ട് നടക്കുക. അന്നേരം നമുക്ക് പൊട്ടിച്ച് നോക്കിയിട്ട് ഒരു സമാധാനം കാണത്തില്ല. സംഭവം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിവരിച്ച് പറയാമെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനെക്കുറിച്ച് നല്ല രീതിയിൽ ഒരുപാട് പേര് യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിനകത്തുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് അങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെ. ഇത് വെറും സാധാ ബണ്ടിൽ കേട്ടോ. ഇതിനകത്ത് വരുമെന്ന് പറഞ്ഞാൽ ഇതിനൊരു കവർ വരും. കവർ നമുക്ക് അവിടെ മാറ്റി വെക്കാം. പിന്നെ പറഞ്ഞാൽ ഇതിനൊരു ബോക്സാണ് കേട്ടോ. നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള ബോക്സാണ് കേട്ടോ. ഇതാകുമ്പോൾ നമുക്ക് എല്ലായിടത്തും കൊണ്ടു നടക്കാൻ എളുപ്പമായിരിക്കും. ഞാൻ നേരത്തെ ഒരു ഗിംബലൊക്കെ ആയിട്ടാണ് നടന്നത്. ഗിംബൽ, ട്രൈപോഡ് ഞാൻ എൻ്റെ ആവശ്യം ഇല്ലായിരിക്കും. കൂടുതലും ഈ ട്രാവലിംഗ് ബ്ലോഗിങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് വലിയ ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെ അതിനകത്ത് വരുന്ന ആദ്യം വരുന്ന ഇതൊക്കെ വാറണ്ടി കാർഡ്, യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഈ സൈഡ് ഇവിടെ ഒരു ചെറിയൊരു ബാഗിൻ്റെ സൈഡിൽ തന്നെ ഒരു ചെറിയൊരു എന്താ പറയുക നെറ്റ് വെച്ചൊരു സാധനം ഉണ്ട്. അവിടെ നമുക്ക് സുഖമായിട്ട് വെച്ചുകൊണ്ട് നടക്കാം. ഇത് കൊണ്ടു നടക്കുന്ന ആവശ്യമില്ല. ഇത് നമ്മളെ വീട്ടിൽ തന്നെ വെച്ചിരുന്നാൽ മതി. ഇതാണ് നമ്മളെ GoPro. ആദ്യമേ ഞാൻ എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി. പിന്നെ ഞങ്ങൾ കൂടെ വരുമെന്ന് പറഞ്ഞാൽ ഇതിനൊരു ചാർജിങ് കേബിൾ അഡാപ്റ്റർ, ഡേറ്റകളുടെയൊക്കെ ഉപയോഗിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ഹെൽമെറ്റിനകത്ത് വെക്കാൻ പറ്റിയൊരു മൗണ്ട്. ഇതാണ് ഹെൽമെറ്റ് ആദ്യം ഒട്ടിച്ച് വെക്കുക. ആവശ്യമുള്ളപ്പം ഇത് ഹെൽമെറ്റ് അതോട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക. പിന്നെ ഇതാണ് അതിനകത്തൊരു സ്ക്രൂ വരുന്നുണ്ട് കേട്ടോ. ഇത് സ്ക്രൂ ആണ്. ഇത് നമുക്ക് ഇപ്പം നിലവിൽ എന്ന് പറഞ്ഞാൽ ഈ GoPro മേടിക്കുന്നവരുടെ ആദ്യത്തെ സാധാരണക്കാർക്ക് പെട്ടെന്ന് മേടിക്കുവാന്ന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് ഞാൻ തന്നെ മേടിച്ചപ്പോൾ തന്നെ ആമസോണിൽ ഞാൻ ആദ്യം ഓർഡർ ചെയ്തു. ആമസോണിൽ ആദ്യം ഓർഡർ ചെയ്യുന്നത് 36,500 രൂപ. അതിനകത്ത് എന്ന് വെച്ചാൽ 40 അടിച്ച് വില കിടന്ന സമയത്ത് 36,500 രൂപയ്ക്ക് ഓർഡർ ചെയ്തു. അവന്മാർ എനിക്ക് സാധനം തന്നില്ല. ഓർഡർ ചെയ്തു ഒരാഴ്ച കൊണ്ട് ആയപ്പോഴേക്ക് ലോക്ക്ഡൗൺ ആയി. പിന്നെ പറയാം അവർക്ക് തരാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ആ സമയം തന്നെ അടുത്ത ഓർഡർ ചെയ്തു. ഇല്ല 32,500 ആ ഒരു പ്രൈസിന് തരാമെന്നും പറഞ്ഞ് അതിനകത്ത് ആമസോണിൽ കിടന്നു. അങ്ങനെ അതും ഓർഡർ ചെയ്തു. പക്ഷെ അവന്മാർ തന്നില്ലാണ്ട് എൻ്റെ ക്യാഷ് എങ്ങാണ്ടൊരു 1.5 മാസത്തോളം അവരെ കൈ ഇരുന്നു. അതാണ് അതിനകത്ത് ഉണ്ടായ ഏറ്റവും നല്ല മിച്ചം. കാരണം ഒരു സാധനം ഓർഡർ ചെയ്ത് സാധനം കൈ കിട്ടുന്ന ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ അളവ് സമയം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എത്ര മുമ്പോട്ട് പോയാലും സമയം പോകുന്നില്ല. ഒരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. പക്ഷെ സാധനം കിട്ടുന്നില്ല. ലാസ്റ്റ് ഞാൻ വേറെ വഴി കൂടെ ഓർഡർ ചെയ്തു. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല. എൻ്റെ ഫ്രണ്ടിൻ്റെ കെയർ ഓഫ് ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് മേടിച്ചത് കേട്ടോ. എനിക്ക് 35,500 കേട്ടോ. 35,500 ഡെലിവറി ചാർജ് എല്ലായിടെ 36 രൂപ കൂട്ടിക്കും. ഇതാണ് നമ്മളെ GoPro Hero 9 കേട്ടോ. ഉള്ള ക്യാമറ ഇതാണ്. സംഭവം സിമ്പിളാണ്. ഇച്ചിരി വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് വലിയ ഫോണോട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് വലിയ വെയിറ്റ് ഒന്നും അല്ല. ഇതിപ്പം കൊണ്ടുനടക്കാൻ എളുപ്പമാണ്. ഫോണൊക്കെ ആണെങ്കിൽ പാടല്ലേ എല്ലായിടത്തും. എൻ്റെ ആയിരിക്കും ഫോൺ എന്ന് പറഞ്ഞാൽ റെഡ്മി നോട്ട് 8 Pro എന്ന് പറഞ്ഞൊരു മോഡലാണ് കേട്ടോ. സംഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നതിൻ്റെ ക്വാളിറ്റി വളരെ നഷ്ടപ്പെടും. കാരണം ഓവർ ഹീറ്റാണ്. MediaTek G95 ഏതോ പ്രോസസ്സറാണ് ഇരിക്കുന്നത്. സ്നാപ്ഡ്രാഗൺ ആയിരുന്നു ഇത്രയും ഹീറ്റിംഗ് പ്രശ്നം വരുത്തില്ലായിരുന്ന ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ അത്യാവശ്യം ഞാൻ ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ യൂട്യൂബ് വീഡിയോ ഒക്കെ കൂടുതൽ അതാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇതാകുമ്പോഴത്തേക്ക് അതാകുമ്പം 4K റെക്കോർഡിങ് വീഡിയോ എടുക്കാം. പക്ഷേ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഹീറ്റാവും. നല്ലൊരു ഹീറ്റായി കഴിഞ്ഞാൽ ഒരു 3/4 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഫോൺ ഓഫാവുന്നല്ല, പിന്നെ ഒന്നും വർക്ക് ചെയ്യത്തില്ല. നമുക്ക് അത്യാവശ്യം കോളിങ് മാത്രമേ പിന്നെ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം അത്രയും ഹീറ്റായി പോകണമെങ്കിൽ പഴുക്കും കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹത്തിന് ശേഷം ഞാൻ ഇങ്ങനെ GoPro Hero 9 ബ്ലാക്ക് അങ്ങനെ ഓർഡർ ചെയ്തു. സാധനം കൈ കിട്ടി. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്പ്ലേ വരുന്നുണ്ട്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സ് ഒന്നും പറയാൻ എനിക്ക് അറിയത്തില്ല എന്നല്ല, അതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പിന്നെ നമുക്ക് 10 മീറ്റർ വരെ വെള്ളത്തിന് അടിയിൽ കൊണ്ടുപോകും. അതാണ് എനിക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 10 മീറ്ററിനുള്ളിൽ ഏറ്റവും താഴ്ചയുള്ള ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം വീഡിയോ എടുക്കാനുള്ള ഒരു പ്ലാനാണ് കേട്ടോ. സ്കൂബ ഡൈവിംഗ് എന്നൊക്കെ പറയത്തില്ല. നമ്മൾ വെള്ളത്തിൻ്റെ അടിയിലൊക്കെ പോയി ഒരു വീഡിയോ എടുപ്പൊക്കെ ഉണ്ട്. ഇനി അങ്ങനെയുള്ള വീഡിയോ കാര്യം കൂടുതലും വരുന്നത് കേട്ടോ. ടെക്ക് പരമായിട്ട് വീഡിയോ ആണ് കൂടുതൽ താല്പര്യപ്പെടുന്നത്. എന്നാലും എന്നെക്കൊണ്ട് ഇതെല്ലാം കൂടെ നടക്കത്തില്ല. കാരണം ഈ ടെക് പരമായിട്ടുള്ള വീഡിയോ ചെയ്യണമെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം സാമ്പത്തികമായിട്ട് ബഡ്ജറ്റ് വേണം. കാരണം ഒരുപാട് കുറേ അത്യാവശ്യമൊക്കെ ഇതുവരെ ഞാൻ ടെക് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറേ ക്യാഷ് എൻ്റെ ഇറങ്ങിപ്പോകുന്നതല്ല, അത് പിന്നെ നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള ഒരുപാട് സമയം എടുക്കും. കാരണം മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോ വ്യൂസ് കുറവാണ് കേട്ടോ. ഇപ്പോഴത്തെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പക്ഷേ വ്യൂസ് കുറവാണ്. അതുകൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടാണ് കേട്ടോ. അന്നേരം ഇച്ചിരി നല്ല മിഴിവേറിയ അല്ലെങ്കിൽ നല്ല ക്ലാരിറ്റിയോടുകൂടി വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് പേര് കാണുമെന്നൊരു പ്രതീക്ഷയുണ്ട്. അതുകൊണ്ടാണ് ഈ ഇതൊരു GoPro എന്ന ഒരു ചെറിയൊരു ക്യാമറ എടുക്കാൻ താല്പര്യപ്പെടുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് ആണ് എന്ന് വെച്ചാൽ GoProയുടെ ഏറ്റവും കൂടിയ പ്രോഡക്റ്റ് Hero 9.
അത് അടുത്ത 10 വരുന്നെന്ന് പറഞ്ഞു കേട്ടു. എന്തായാലും നമുക്ക് അത്യാവശ്യം എടുക്കുന്നവർക്കൊന്നും നിരാശപ്പെടേണ്ട കാര്യം വരുന്നില്ല എന്നാണ് ഈ സാധനം ഈ GoPro എടുത്തവർ പറയുന്നത്. കാരണം 7ഉം 8ഉം ഒക്കെ നല്ല പെർഫോമൻസ് തരുന്നത്. 8 എടുക്കുന്നുണ്ട്, 7 ഇരിക്കുന്നവർ 8 എടുക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. കാരണം 7ഉം 8ഉം വലിയ വ്യത്യാസമൊന്നുമില്ല. ഇതാകുമ്പോൾ 5K റെക്കോർഡിംഗ് ചെയ്യാം. 5Kയുടെ ഉപയോഗമൊന്നുമില്ല. അപ്പോൾ യൂട്യൂബ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക് 5K റെക്കോർഡിങ്ങിൻ്റെ ആവശ്യമൊന്നുമില്ല. 4K തന്നെ. കാരണം പിന്നെ എന്ന് പറഞ്ഞാൽ 1080p ആണ് ഏറ്റവും മാക്സിമം യൂട്യൂബിലൊക്കെ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ആരും എന്താ പറയുന്നത് 4K 5K ഒക്കെ ഇനി ഭാവിയിൽ വരും. കാരണം 5K ഡേറ്റ നെറ്റ്വർക്കൊക്കെ വരുമ്പോഴത്തേക്ക് 5K വരുമ്പോഴത്തേക്ക് പിന്നെ GoPro 5K കൊണ്ടുള്ള ഉപയോഗം പിന്നെ ആവും. അന്നേരത്തേക്കും നല്ല ഫാസ്റ്റ് ഡേറ്റ കിട്ടുമ്പോഴത്തേക്ക് പിന്നെ ആൾക്കാർ എന്തായാലും 5K ഏറ്റവും ക്വാളിറ്റി കൂടിയ വീഡിയോയിൽ കാണാൻ ശ്രമിക്കത്തുള്ളൂ. ഇപ്പോൾ 5G ഫോണൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ GoPro എടുക്കുന്നവർ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കണക്കൊരു ക്യാമറ എടുത്തിട്ട് നമുക്ക് യാതൊരു കാര്യമില്ല കേട്ടോ. ഇതിന് ആദ്യം സെൽഫി സ്റ്റിക്ക് വേണം. സെൽഫി സ്റ്റിക്കിൻ്റെ വില എന്ന് പറഞ്ഞാൽ 3500 രൂപയാണ് സെൽഫി സ്റ്റിക്കിൻ്റെ വില. പിന്നെ സാധാ ലോക്കൽ കിട്ടും നോക്കണം. ആമസോണിൽ തന്നെ ഉണ്ട്. ആമസോണിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് അവർ എല്ലാം നമ്മളെ കേരളത്തിലുള്ള ഡെലിവറി എല്ലാം നിർത്തി വെച്ചേക്കുവാണ്. എന്തായാലും ഇതിന് സെൽഫി സ്റ്റിക്ക് മേടിക്കണമെങ്കിൽ 3000 രൂപ വേണം. GoProയുടെ ആ പ്രോഡക്റ്റ് ബ്രാൻഡ് സാധനം തന്നെ വേണമെങ്കിൽ. അല്ലാതെ ലോക്കൽ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ട്. അതിനൊക്കെ വിലയെന്ന് പറഞ്ഞാൽ 1500 രൂപയ്ക്ക് ഉണ്ട് കേട്ടോ. അന്നേരം ഇതുകൂടാതെ തന്നെ അത് മേടിക്കണം. പിന്നെ എൻ്റെ മെമ്മറി കാർഡ് പറഞ്ഞാൽ ഹൈ സ്പീഡ് മെമ്മറി കാർഡ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഹൈ സ്പീഡ് മെമ്മറി കാർഡ് ഒരു 128 GB ഒക്കെ വേണമെങ്കിൽ തന്നെ ഒരു 1500 രൂപയ്ക്ക് വിലയുണ്ട് കേട്ടോ. എൻ്റെ ഇപ്പോൾ നിലവിൽ ഒരു 64 GB ഒരെണ്ണം എൻ്റെ കയ്യിലുണ്ടാകുന്ന ഞാൻ എടുത്തിട്ടു. അത് U3 ടൈപ്പ് മെമ്മറി കാർഡാണ്. ഞാൻ മുമ്പൊരു ക്യാമറ എടുത്തായിരുന്നു. അത് വളരെ നിരാശപ്പെടുത്തി തന്നൊരു ക്യാമറയായിരുന്നു. സാധാരണക്കാർക്ക് പറ്റിയ രീതിയിൽ എടുക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. അത് ഞാൻ എൻ്റെ ലിങ്ക് വേണേൽ താഴെ ഇട്ടേക്കാം കേട്ടോ. അത് കണ്ടു നോക്കിയാൽ മതി. പക്ഷേ സംഭവം വലിയ ക്ലാരിറ്റിയില്ല. കാരണം ഈ ലൈറ്റ് ഞാനിപ്പോൾ നിൽക്കുന്ന ലൈറ്റ് തന്നെ എടുത്താൽ പോലും എൻ്റെ ഫേസ് മൊത്തം ഒരു ബ്ലാക്ക് ഷെയ്ഡ് പോലെ വന്നിട്ട് മറിഞ്ഞിരിക്കുമായിരുന്നു. അതും 4K റെക്കോർഡിംഗ് ആയിരുന്നു കേട്ടോ. പക്ഷേ എനിക്ക് ഉപയോഗം വന്നില്ല. അത് അപ്പോഴേ ഞാൻ റീഫണ്ട് ചെയ്തു. ഞാൻ നെക്സ്റ്റ് അടുത്തൊരു വീഡിയോ അതിനെക്കുറിച്ച് ക്വാളിറ്റിയോടെ ചെയ്യാമെന്നൊക്കെ പറഞ്ഞാൽ അന്ന് നിർത്തി വെച്ചത്. പക്ഷേ ചെയ്യാൻ പറ്റിയില്ല. കാരണം ഞാൻ അപ്പോഴേ റീഫണ്ട് ചെയ്തു. പിന്നെ ഞാൻ ഇതിനു വേണ്ടി ഒരു സെൽഫി സ്റ്റിക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് സെൽഫി സ്റ്റിക്ക് കേട്ടോ. ഇതെൻ്റെ നേരത്തെ ഫോണിനകത്ത് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റിക്കായിരുന്നു. അതിൻ്റെ കുറേ സാധനങ്ങളൊക്കെ ഇളക്കി കളഞ്ഞിട്ട് ഇത് നമുക്കിവിടെ കണക്ട് ചെയ്യാൻ പറ്റും. ഈ ഭാഗത്തായിട്ട് എൻ്റെ ഈ GoPro ഈ ക്യാമറയായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു ഭാഗമാണ്. ഇതിങ്ങനെ നമുക്ക് കണക്ട് ചെയ്ത് വെക്കാം. പിന്നെ ഇതിനിടയ്ക്കൊരു ഗ്യാപ്പുണ്ട്. ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടി ഞാൻ വേറൊരു ഇതിനൊരു സെൽഫി സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അതിന് നടുക്കുന്ന ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു ഹോളാക്കി ചെറുതായിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് കയറ്റി വെച്ചാൽ നമുക്ക് ടൈറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഷേക്കില്ലാതെ ഇരിക്കും. അല്ലെങ്കിൽ നമ്മൾ സ്ക്രൂ അടുപ്പിക്കും തോറും ഇങ്ങനെ അടുത്ത് വെച്ച് നമുക്ക് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളായിരിക്കും. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളായിരിക്കും. എന്നാലും നിസ്സാരം ഒരു 100 രൂപയ്ക്കകത്ത് വിലയുള്ള സെൽഫി സ്റ്റിക്കാണ്. ഇപ്പോൾ അത് നമുക്ക് താൽക്കാലികം ഇത് ഉപയോഗിക്കാം. പക്ഷേ ആനയെ മേടിച്ചിട്ട് വട്ടക്കയറില്ലെന്നാണ് കേട്ടോ. ഇപ്പം തന്നെ സെൽഫി സ്റ്റിക്കിന് 3000 രൂപ വിലയുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ മെമ്മറി കാർഡിന് നല്ല വിലയുണ്ട്. പിന്നെ മീഡിയ മോഡ് എന്നും പറഞ്ഞൊരു കേസ് കിട്ടും. മീഡിയ മോഡ് എന്ന് പറഞ്ഞാൽ കേസ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഓഡിയോ ജാക്ക് കാണും. പിന്നെ Type-C പോർട്ട് കാണും. നമ്മൾ ലൈവായിട്ട് നേരിട്ട് തന്നെ ചാർജ് ചെയ്തുകൊണ്ട് തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബാറ്ററി ബാക്കപ്പ് 1 മണിക്കൂർ എന്നാണ് പറഞ്ഞത്. 1750 എത്ര mAh ബാറ്ററി എന്ന് പറയുന്നത് ഞാൻ നോക്കിയില്ല. ഇതിനകത്ത് ബാറ്ററി ഇടാൻ പറ്റും. ഇതാണ് ബാറ്ററി ഇടുന്ന കേസ്. ഈ ഭാഗത്താണ് കേട്ടോ. ക്യാമറയുടെ ഈ സ്ക്രീനിൻ്റെ സൈഡാണ് ഇടുന്ന ബാറ്ററി ചാർജ് ചെയ്യുന്ന ബാറ്ററിയുടെ പോർട്ട് വരുന്നത്. അവിടെ തന്നെ ഡേറ്റ കേബിൾ കണക്ട് ചെയ്യാൻ ഊരെന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഗ്യാപ്പുണ്ട്, ഒരു വെട്ട് പോലെ. ആ സാധനത്തിലോട്ട് നല്ല രീതിയിൽ അമർത്തുക, താഴോട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ ലോക്ക് വന്നിട്ട് ഇങ്ങനെ വലിച്ചാൽ മതി. അത് മേടിക്കുന്നവർ നോക്കിയാൽ മതി. ഇവിടെ ആകുമ്പം മെമ്മറി കാർഡ് ഇടാം. Type-C പോർട്ടാണ് ഇവിടെ വരുന്നത്. പിന്നെ നമ്മളെ ബാറ്ററി ഇങ്ങനെ ഊരിയെടുക്കും കേട്ടോ. ബാറ്ററി ആയിരുന്നു 1720 mAh ബാറ്ററി കേട്ടോ. 1270. 1 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആകും കേട്ടോ. പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനൊരു ബാറ്ററി നമ്മൾ ഇനി മേടിക്കണം. ബാറ്ററി ഇപ്പോൾ ആമസോണിൽ ഇല്ല. പിന്നെ ടാറ്റ സ്കൈ എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ഷോപ്പുണ്ട്. അതിനകത്ത് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് 2 ബാറ്ററിയും ഒരു ചാർജറും കൂടെ ഒരു 5040 രൂപ വരെ അടക്കുന്നുണ്ട്. നോക്കണം, ഒരു ചാർജറും എൻ്റെ ആ 2 ബാറ്ററിയുടെ 5040 രൂപ. ഇപ്പോൾ വെച്ച് വില കുറഞ്ഞ് വിൽക്കുമെന്നും സാധനം കിട്ടുമല്ലെന്ന് ഉറപ്പില്ല. കാരണം അവർ കണക്ക് ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് ക്യാഷ് മേടിച്ച് പിന്നെ റീഫണ്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കും. ടാറ്റയുടെ ഉണ്ടോ, നമുക്ക് വിശ്വസിച്ച് മേടിക്കാം. പിന്നെയെന്ന് പറഞ്ഞാൽ ചാർജർ മാത്രമുണ്ട്. ചാർജർ മാത്രമായിട്ടാണ് 2000-2500 രൂപ വിലയുണ്ട് കേട്ടോ. ചാർജർ മാത്രം, ചാർജർ കേബിളില്ല. ഒരു ബോക്സാണ്, ചെറിയൊരു ബോക്സ്, ബാറ്ററി ഇടാൻ പറ്റിയ ഒരു ബോക്സാണ്. അതിന് അത്രയും വിലയുണ്ട്. പിന്നെ ഇപ്പം തന്നെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ മീഡിയ മോഡ് എന്ന് പറഞ്ഞ ആ ഒരു കേസ് ഉണ്ട്. അതൊരു 8000 രൂപ അകത്ത് വിലയുണ്ട്. 8000 രൂപയ്ക്കകത്ത് സത്യം പറഞ്ഞ് ഇതൊരു ക്യാമറ എടുത്താൽ എല്ലാ സെറ്റപ്പും കൂടെ മേടിക്കണം തന്നെ ഒരു 50-55,000 60,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു GoPro കൊണ്ടു നടക്കാൻ പറ്റത്തുള്ളൂ. ഞാനത് ഓൺ ചെയ്ത് ഇതിൻ്റെ ക്വാളിറ്റി അങ്ങോട്ട് കാണിച്ചു തരാം. ഫ്രണ്ട്സ്, നമ്മുടെ ക്യാമറ എന്താണ് ഞാൻ എടുക്കുന്ന ട്രൈപോഡും ക്യാമറയൊക്കെയാണ്. ഉണ്ടോ എങ്ങനെയുണ്ട് ക്വാളിറ്റി? എങ്ങനെയുണ്ട്?
എൻ്റെ ഓടി ക്വാളിറ്റി ചെയ്യുന്നുണ്ട്, അതാണ് നിങ്ങൾ മെയിനായിട്ട് നോക്കേണ്ടത്. ഓടി ക്വാളിറ്റി പിന്നെ കുലുക്കുവാണ്, വലിയ ഷേക്കൊന്നും വരാതെ ഇരിക്കുമെന്ന് തോന്നുന്നു. ഉണ്ടോ, നല്ല രീതിയിൽ കുലുക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ വലിയ ഷേക്കൊന്നും ഇത് കാണിക്കുന്നില്ല. ഇങ്ങനെ തിരിക്കുവാണ്. എങ്ങനെയുണ്ട്, സൂപ്പറല്ലേ? ഞാൻ ഇടത്തോട്ടും വലത്തോട്ടും ക്യാമറ കുലുക്കൊണ്ടിരിക്കും, നല്ല രീതിയിൽ കുലുക്കൊണ്ടിരിക്കുകയാണ്. വീശറി കൊണ്ട് വീശിനാണൊക്കെ ഞാൻ അങ്ങോട്ട് ഇവിടെ കുലുക്കൊണ്ടിരിക്കുകയാണ്, പക്ഷേ നല്ല രീതിയിൽ കുലുക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കൈ വെച്ചുണ്ടോ, കാരണം നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാൻ നല്ല രീതിയിൽ കുലുക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ നിങ്ങളെ വീഡിയോ കുലുക്കുന്നുണ്ടോ? കുലുക്കൊന്നുമില്ല. ആ ക്യാമറയ്ക്കകത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് എൻ്റെ പ്രത്യേകത. പിന്നെ ഞാൻ സെറ്റിങ്സ് ഞാൻ കറക്റ്റാണോ ഇല്ലിട്ട് എനിക്ക് അറിയാൻ വയ്യ, എന്നാലും സംഭവം സൂപ്പറാണ് കേട്ടോ. പിന്നെ ഈ സൈക്കിൾ കൊണ്ടൊരു ഗുണം എന്താ അറിയോ? നല്ല രീതിയിൽ നീട്ടാം കേട്ടോ. ഏതാണ് സൂപ്പറല്ലേ? എന്നെ കാണാൻ മതി. ഓക്കെ, അതിനകത്ത് വേറൊരു മോഡുണ്ട്, അത് ഞാൻ നോക്കട്ടെ, എൻ്റെ പേരൊന്നും ഞാൻ നോക്കിയില്ല. നിങ്ങളിപ്പം കാണുന്നത് സൂപ്പർ വ്യൂ എന്ന് പറഞ്ഞൊരു മോഡാണ് കേട്ടോ. സൂപ്പർ വ്യൂ ഈ ഏരിയ ഫുള്ള് കവർ ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. ഈ ഏരിയ ഫുള്ളായിട്ട് കിട്ടുമ്പോൾ സെൽഫി സ്റ്റിക്കും കാര്യങ്ങളെല്ലാം ട്രൈപോഡെല്ലാം ഇരിക്കുന്നുണ്ടോ? സെൽഫി സ്റ്റിക്കൊക്കെയാണ് നമ്മുടെ സെൽഫി സ്റ്റിക്കൽ, സോറി, നമ്മുടെ ബോക്സും കാര്യങ്ങളെല്ലാം ഇരിക്കുന്നുണ്ടോ? ഞാൻ തന്നെ ഒരുപാട് ഏരിയ എൻ്റെ ഏരിയ ഫുള്ള് കാണിക്കുന്നുണ്ട് ആ സൂപ്പർ മോഡായപ്പോഴത്തേക്ക്. അടിപൊളിയല്ലേ? കാരണം ഈ ബ്ലോഗ് ചെയ്യുന്നവർക്ക് ഇങ്ങനെ നോക്കി ഇതിൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ ഡിസ്പ്ലേ ആണ്, നമ്മൾ ബ്ലോഗ് ചെയ്യുമ്പോൾ നോക്കി ഇങ്ങനെ ബ്ലോഗ് ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ അതിൻ്റെ ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചുള്ള സംശയമുള്ളൂ. ഇപ്പം തന്നെ ഞാൻ വന്നപ്പം ബാറ്ററി ചാർജ് ഇല്ല, നമുക്ക് ചാർജ് ഇല്ലായിരുന്നു. ഞാൻ അങ്ങനെ ചാർജ് ചെയ്തു, ഇപ്പം തന്നെ അരമണിക്കൂർ ഉപയോഗിച്ചു. അതുകൊണ്ട് ഇപ്പോഴും കൊണ്ട് ഒരു 50% ചാർജ് ഉണ്ട്. അരമണിക്കൂർ ഞാൻ ചാർജ് ചെയ്തുള്ളൂ. എന്നാലും ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ 5K 4K ഉണ്ട്, അത് ഞാൻ സെറ്റിങ്സ് നോക്കി പഠിക്കണം. അന്നേരം ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്ന ഇഷ്ടമാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തുറന്നുള്ള വീഡിയോ പെട്ടെന്ന് കിട്ടാൻ വേണ്ടി തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ അമർത്താൻ ഒട്ടും മറക്കണ്ട. അന്നേരം നമ്മളുടെ വീഡിയോ ഇനി തൊട്ട് അങ്ങോട്ട് അടിപൊളി ട്രാവലിംഗ് വീഡിയോ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആയിരിക്കും ഞാൻ അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഇതിനൊക്കെ നല്ല ഗുഡ് ബൈ.